റമീസ് സാദിഖലി ശിഹാബങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നാണ് ശരിക്കും. കാരണം ഇത് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് റമീസ് കാണാൻ വേണ്ടി വന്ന് ഞങ്ങളൊരു വെള്ളം കുടിച്ച് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ വീടിൻ്റെ അവിടെ. അപ്പോൾ ഞങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ കാര്യത്തെ കുറിച്ചൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കലുണ്ട്. അപ്പോൾ പൊതുവെ കേരളത്തിൽ വന്നു പോയിട്ടുള്ള ലീഗിന്റെ എല്ലാ തങ്ങന്മാരും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്, നമുക്ക് അങ്ങനെ പ്രശ്നം വ്യക്തിപരമായിട്ടൊന്നുമില്ല. പക്ഷെ സാദിഖലി ശിഹാബങ്ങളുടെ ഈ ചുരുങ്ങിയ കാലമായിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല. നല്ല അടിപൊളി. ഇപ്പൊ ഇത്ര ആരോപണങ്ങളാണ് പുള്ളിക്കെതിരെ വന്നിട്ടുള്ളത്. തുടക്കം മുതൽ തന്നെ കണ്ടമാന ആരോപണങ്ങൾ. ഈ അടുത്ത് ഒരു മറ്റേ സ്ക്രീൻഷോട്ട് പ്രചരിച്ചതുമായി ബന്ധപ്പെട്ട്. പക്ഷെ അതിലൊക്കെ അയാൾ സ്വീകരിച്ചിട്ടുള്ള സമീപനങ്ങൾ അല്ലെ. കാരണം ഇത് ഞാൻ പറയാൻ കാരണം വെച്ചാല് ലീഗില് കുറെ പോരായ്മകളുണ്ട്. എന്നാൽ അതിനേക്കാളേറെ ഒട്ടേറെ പോസിറ്റീവാണ്. ചില സ്ഥലത്ത് ചില നേതാക്കന്മാര് വാക്കുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ മൂല്യങ്ങളൊക്കെ തകർക്കുന്നുണ്ട്. അത് ഫാക്റ്റാണ് കേട്ടോ. അത് പേരും എടുത്ത് പറയണില്ല. ഷിബു മീരാനെ പോലുള്ള ക്വാളിറ്റി ആയിട്ട് പത്രസമ്മേളനം ആളുകളൊക്കെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന നേതാക്കന്മാർ അവിടെ ഉണ്ട്. പക്ഷെ അയാളെയൊന്നും ആരും ഉപയോഗപ്പെടുത്തുന്നില്ല. അതിന് പകരം വേറെ കുറെ അനാവശ്യമായിട്ട് തീവ്രമായി സംസാരിക്കുന്ന കുറെ ടീമുകളൊക്കെ ആരെ പേര് ഒതുക്കിയതൊക്കെ തന്നെ ഒതുക്കുന്നതില് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ വരുന്ന തീവ്രമായിട്ട് വർഗീയമായി ചിന്തിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ ഒരു സമയത്ത് പറയുന്ന സാധനമാണ് ബാബരി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത്. അന്നൊക്കെ ഇത് പറയുമ്പോ ലീഗ് നാണം കെട്ടും മിണ്ടാണ്ടിരിക്കുന്നതാണ്. പക്ഷെ പക്വമായിട്ടൊരു സമൂഹത്തില് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുടുംബവും അതിന്റെ നേതാവ് അയാളെ സാദിഖലി ശിഹാബ് കണ്ടില്ലേ, ചില പത്രസമ്മേളനത്തിലൊക്കെ അയാൾ മനുഷ്യൻ സ്വീകരിക്കുന്ന ഒരു ഭയങ്കര പക്വമായ രീതിയാണ്. സൗമ്യവനാണ് അല്ലെ. ഇപ്പൊ ഈ വീട് ഉണ്ടാക്കിയത് തന്നെ ആലോചിക്കുക, എത്ര ആളുകളുടെ സാധനങ്ങളായിട്ടാണ്. പുള്ളിക്ക് നിലപാടുകളിൽ നല്ല സ്ട്രോങ് ആണ്. അതില് കൃത്യതയുണ്ട് നിലപാടുകളിലെ പുള്ളിക്ക്. കറക്റ്റാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതാണ്. അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇത് കാണുന്ന ഇപ്പൊ എന്റെ ഫേസ്ബുക്കിലേക്ക് വന്നേക്കുന്നത് ലീഗ് അനുഭാവികളാണ്. അപ്പൊ അവരോട് പറയാൻ വെച്ചാൽ ഞങ്ങളൊരു ലീഗിന്റെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊന്നും അല്ല, ഒരിക്കലും അല്ല കേട്ടോ. അല്ല, നാളെ ഇനി ഇതിനേക്കാൾ വലിയ എന്തെങ്കിലും കാര്യങ്ങൾ വിമർശിക്കുകയും ചെയ്യുകയും ചെയ്യും. അപ്പൊ ഒരിക്കലും ഞങ്ങളൊരു ലീഗിന്റെ ആൾക്കാരായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. പക്ഷെ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ ലീഗിന്റെ ഈ സമീപനവും അതുപോലെ തന്നെ അതിന്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് സാദിഖലി ശിഹാബങ്ങൾ, തങ്ങളൊക്കെ ഒരുപാട് വിമർശനങ്ങൾ പണ്ട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. തങ്ങളുടെ മൂത്ത സയ്യിദ് ശിഹാബങ്ങളുടെ കാർ ഒരു തവണ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ CPM-ന്റെ ജാഥ നടക്കുന്നതിന്റെ ഇടയിൽ മെയ്ക്കിൽ അനൗൺസ്മെന്റ് തന്നു, തങ്ങളുടെ കാർ അതിൽ കൂടെ പോകുന്നുണ്ട്, അപ്പൊ നിങ്ങളൊന്നും മാറി കൊടുക്കാൻ. ആ ബഹുമാനിയായ വ്യക്തിത്വമാണ്. അത് കേരളം അങ്ങനെ തന്നെയാണ്. എത്ര സാധനങ്ങളല്ലേ ഇപ്പൊ 5ാം മന്ത്രിസഭ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇപ്പൊ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മുഖ്യമന്ത്രി ആക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ച അങ്ങോട്ട് ഇടുകയാണ്. ഞാൻ ചോദിച്ചാൽ അങ്ങനെ ചർച്ച വന്നെന്ന് വെച്ചപ്പോ എന്താ പ്രശ്നം? ഒരു പ്രശ്നം. കാരണം അതിന് കപ്പാസിറ്റി ഉള്ള മനുഷ്യനാണ് അയാള്. ഞാൻ മനസ്സിലാക്കുന്ന പിണറായി വിജയന് ശേഷം ഇന്ന് കേരള പൊളിറ്റിക്സിൽ ഒരു കേഡർ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. PK കുഞ്ഞാലിക്കുട്ടി ഒരു സംശയമില്ല അതിനകത്ത്. കാരണം ഇത്ര ഡിപ്ലോമസി ആയിട്ട് ഒരു വിഷയത്തെ അഡ്രസ് ചെയ്ത് സംസാരിച്ച് ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് വിഷനോടുകൂടി നടപ്പിലാക്കി, വിഷനും മിഷനും വേണമല്ലോ, അത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു നേതാവ് കുഞ്ഞാലിക്കുട്ടിയാണ്. അതിലൊക്കെ പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ട, അത് നമുക്ക് വേണ്ട. അതായത് ഒരു വിശാല മനസ്കമായിട്ട് രീതിയിൽ ഒരു സമൂഹത്തിനെ ഒരു സമുദായത്തെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള ഒരു കുറച്ച് ആളുകളുണ്ട്. നല്ലതാണ്, സ്ഥിരമായിട്ട് നിലനിർത്തണം. തീവ്രമായി സംസാരിക്കുന്ന കുറെ ആളുകൾ ഗ്രൂപ്പിലുണ്ട്, അതും ശ്രദ്ധിക്കണം. നിർത്തണം. അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറയാം, കുറച്ച് ക്വാളിറ്റി ആയിട്ട് ആളുകളൊക്കെ ഉയർന്നു വരട്ടെ. നന്മകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ പറയലേ, ആ വീട് വെച്ചു കൊടുത്തപ്പോ അതിനകത്ത് ഓടി വരാണ് ഒരു ചേച്ചീനെ ഓടി വന്നിട്ട് തങ്ങളുടെ അടുത്ത്. അപ്പൊ തങ്ങളിങ്ങനെ ഇരുന്നുണ്ട്. അതൊന്നും വലിയ കാര്യമില്ല. ഞങ്ങള് വളരെ നൈസായിട്ട് അത് ഡീൽ ചെയ്ത് പോയി. അപ്പൊ അതൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ്. നാളെ ഇതില് ഇനി ഭരണത്തിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ചോദിച്ചല്ല, ഇനിയിപ്പോ കയറില്ലെന്നൊന്നും പറയാൻ പറ്റൂല. തൂക്ക് മന്ത്രിസഭ അവരൊന്നും പറയുന്നത് CPM-ന് ഇപ്പോഴും എന്റെ ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കുന്ന സാധനം അറിഞ്ഞിടത്തോളം 74 to 81 സീറ്റ് വരെ CPM തിരിച്ചു വരും എന്നുള്ള രീതി തന്നെയാണ്. കുറച്ച് വെല്ലുവിളികളുണ്ടെങ്കിലും സ്ത്രീ വോട്ടർമാർ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നതൊന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ അത് നമുക്ക് നോക്കാം. സ്ത്രീകൾ വോട്ട് ചെയ്യണ പുരുഷന്മാർ വോട്ട് ചെയ്യണം. ഇപ്പൊ UDF വരാണെങ്കിൽ തന്നെ UDF വരാണെങ്കിൽ ആര് മുഖ്യമന്ത്രി ആവണം? ഉറപ്പാണ്. പ്രായോഗിക രാഷ്ട്രീയം. എനിക്ക് പിണറായി വിജയന് ശേഷം ഒരു മറ്റേ ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു ലേബൽ ഇതിനകത്ത് സൈഡിൽ നോക്കുമ്പോ കോൺഗ്രസിൽ അനിഷേധ്യനായ എന്തും വെട്ടി തുറന്ന ആരുടെയും മുന്നിലും എന്തും നിലപാടുകൾ പറയാൻ ഇല്ല. അങ്ങനെ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഇതാണ്. മറ്റുള്ളവർ
എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പൊ ഓക്കെ, ഞങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. താങ്ക് യു.